ഇതാണ് ഒരു ഐക്കോൺ 2300H സെറ്റ്. ഇതെൻ്റെ മൈക്കാണ്. ഇതെൻ്റെ പവർ കോഡാണ്. ഇതത് ഫിറ്റ് ചെയ്ത് വെക്കാനുള്ള ക്ലാമ്പ്. ഇത് സെറ്റ്, ബേസ് സെറ്റ്. ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 13.8 വോൾട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. ഈ 13.8 വോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ബോട്ടിൻ്റെ ഒരു ബാറ്ററി എന്നുള്ള ലൈൻ മാത്രം കൊടുത്താൽ മതി. അത് ഈ റെഡിൽ പോസിറ്റീവും ഈ ബ്ലാക്കിൽ നെഗറ്റീവും നല്ല രീതിയിൽ ഉറപ്പായിട്ടും വയർ ചെയ്യണം. ഇത് ലൈൻ തിരിഞ്ഞു പോയാലോ അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുതൽ വന്നാലോ സെറ്റ് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ കണക്ടർ ഇവിടെ ഇങ്ങനെ കുത്തുക. ഈ വയർ ബാറ്ററി ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. അങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഞാനത് ഇനി വയർ കൊടുത്ത് ഓണാക്കി കാണിച്ചു തരാം. ഞാനിതിവിടെ പറയണത് അത്യാവശ്യം ഒരു ബോട്ടിൽ ഉപയോഗിക്കാൻ അത്യാവശ്യം വേണ്ട ഫങ്ഷൻ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഒരു ബോട്ടിലേക്കുള്ള അത്യാവശ്യം വേണ്ട എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഉപയോഗിച്ച് പോകാനുള്ള ഫങ്ഷൻ മാത്രം, ബോട്ടിലോ അല്ലെങ്കിൽ വലിയ വള്ളക്കാർക്കോ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഫങ്ഷൻ മാത്രം, ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഫങ്ഷൻ മാത്രം പറയുന്നുള്ളൂ. പിന്നെ ബോട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ സാധാരണ വരുന്ന ചില പ്രോബ്ലംസ്, ഫങ്ഷൻ മാറിക്കിടക്കലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കംപ്ലയിൻസ് നമുക്ക് ബോട്ടിൽ തന്നെ എങ്ങനെ പരിഹരിക്കാം, ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ. ഈ സെറ്റ് 65 വാട്ട് പവറുള്ള ഒരു സെറ്റാണ്. ശരിക്കും ഇതൊരു മറൈൻ സെറ്റല്ല. ഇതിന് നല്ല വാട്ടേജ് നല്ല പവറൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് മറൈൻ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. ശരിക്കും ഒരു മറൈൻ സെറ്റ് എന്ന് പറഞ്ഞാൽ 25 വാട്ട് പവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് 65 വാട്ട് പവർ ഉണ്ട്. 206ഓളം ചാനൽസ് സേവ് ചെയ്യാം, ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇത് നമ്മൾ കൂടുതലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഈ സെറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം. ഇത് ഐക്കോൺ കമ്പനിയുടെ സെറ്റാണ്. ഐക്കോൺ കമ്പനി മേഡ് ഇൻ ജപ്പാനാണ് സെറ്റ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല സെറ്റ് തന്നെയാണ്. നമ്മൾ കുറച്ച് അതായത് അധികം കാറ്റടിയൊന്നും കയറാതെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ, സൂക്ഷിച്ച് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കാം. അപ്പോൾ ഞാനതൊന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇത് ഓണാക്കുന്നതിന് മുമ്പ് ഇത് മൈക്കിൻ്റെ ജാക്ക് ഇത് ഇവിടെയാണ് കുത്തേണ്ടത്. ഇവിടെ വെറുതെ ഇവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. തിരിച്ച് ഊരി എടുക്കണമെങ്കിൽ ഇതിൻ്റെ അടിയിലൊരു ലോക്കുണ്ട്, അതും പിടിച്ചിങ്ങനെ അമർത്തിയിട്ട് വേണം ഊരിയെടുക്കാൻ. വെക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി. ഇതിൻ്റെ ഓണാക്കാനുള്ള ബട്ടൺ ഇതാണ്, മേളിലത്തെയാണ് ഓണാക്കാനുള്ള ബട്ടൺ. ഇതിൻ്റെ അകത്ത് വരെ നെക്കി പിടിച്ചാൽ സെറ്റ് ഓണാവും. ആദ്യം തന്നെ എഴുതി കാണിച്ചത് എത്ര വോൾട്ടേജ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് കാണിച്ചത്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ സെറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ചാനലൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ മറൈൻ ചാനൽസ് കയറ്റി വേണം ഈ സെറ്റ് നമ്മൾ മേടിക്കുമ്പോൾ തന്നെ മറൈൻ ചാനൽസ് കയറ്റി വേണം മേടിക്കാൻ. മറൈൻ ചാനൽ എന്ന് പറയണത് 1 തുടങ്ങി 28 വരെ ചാനലും, അത് കഴിഞ്ഞിട്ട് 61 തുടങ്ങി 88 വരെ ചാനലാണ് മറൈൻ ചാനൽസ് ആയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ് 206 ചാനലിൻ്റെ അകത്ത് കയറ്റാൻ പറ്റുമെന്ന്. ബാക്കിയുള്ള ചാനൽസ് വെറുതെ ബ്ലാങ്കായിട്ട് കിടക്കും, നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഇത്രയും ചാനൽസ് ഇതിൻ്റെ അകത്ത് കയറ്റി മേടിക്കുക ഉറപ്പായിട്ടും. ഇത് ചാനൽ കയറ്റിയ സെറ്റ് ഉപയോഗിക്കാനാണ് സുഖം. ഫ്രീക്വൻസിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 69ാമത്തെ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ കയറ്റിയിട്ടില്ലെങ്കിൽ ഈ 156 475 എന്നുള്ള ഫ്രീക്വൻസി ഇവിടെ ഇത് തിരിച്ച് വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചാനലിലാണ് വന്നേക്കണം ഫ്രീക്വൻസിയിലാണെങ്കിൽ ഇങ്ങനെ 156 475 ഇങ്ങനെ തിരിച്ച് നമ്മളത് ആ ഫ്രീക്വൻസി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടുകയും ചെയ്യും. പക്ഷേ അപ്പോൾ ചാനലൊന്നും ഇല്ലെങ്കിലും ഒന്നും കയറ്റിയില്ലെങ്കിൽ ഈ സെറ്റ് ഉപയോഗിക്കാൻ പറ്റും. ചാനലായിട്ട് കയറ്റി വെച്ചാലാണ് ഉപയോഗിക്കാൻ എളുപ്പം. ചാനൽ ഇല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ എന്ന് എഴുതി കാണിക്കും. നമ്മളത് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും മാറില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ചാനലിൻ്റെ അത് കയറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ എവിടെയോ നെക്കി അതെല്ലാം ഡിലീറ്റായി പോയാലും വല്ല റീസെറ്റായി പോയാലും ചാനലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ ചാനലൊന്നും കാണിച്ചില്ലെങ്കിൽ ചാനലിൻ്റെ അകത്ത് കയറ്റേണ്ടി വരും. ആരെങ്കിലും സർവീസ് ചെയ്യണേ അല്ലെങ്കിൽ അങ്ങനെ വിൽക്കണ ആരുടെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെറ്റ് ചാനൽ ചെയ്ത് കയറ്റിത്തരും. 2 മോഡുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കണ ചാനലുകളും, 2 ഇതിൻ്റെ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കാം. അതിന് VFO എന്നാണ് പറയുന്നത്. VFOയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മെമ്മറി ചാനൽസിൽ ഉപയോഗിക്കാം. മെമ്മറി ചാനൽസിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കിനും
നമ്മളിപ്പോൾ ഇവിടെ ഈ എം കാണിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് മെമ്മറി ചാനൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കിടക്കുന്ന ചാനലിലാണ് കിടക്കണം, 15ാമത്തെ ചാനലിൽ കിടക്കുന്നു. 15ാമത്തെ ചാനലിൻ്റെ ഫ്രീക്വൻസിയാണ് ഈ കാണുന്നത്. ഈ എം വന്നാൽ മാത്രമേ ഇവിടെ നമ്മൾ ഈ ചാനൽ മാറ്റാനുള്ള തിരിക്കുമ്പോൾ ചാനലിൻ്റെ നമ്പർ ഇതാണ്, ആ ചാനലും അറിയുള്ളൂ, അതിൻ്റെ ഫ്രീക്വൻസിയും അറിയുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു നമ്മൾ ഫിഷിംഗ് ബോർഡായിട്ട് ഇപ്പോൾ 62ാമത്തെ ചാനൽ ഇടുന്നു പറയുമ്പോൾ, അല്ലെങ്കിൽ 62ാമത്തെ ചാനൽ ഇങ്ങനെയാണ് തിരിച്ച് വരേണ്ടത്. ഈ എം വന്നാൽ മാത്രമേ ഇത് തിരിയുള്ളൂ. ഇപ്പോൾ 62 ഇങ്ങനെ കിടക്കണം. നമ്മൾ ഈ VFOൻ്റെ ബട്ടൺ ഇതാണ്, VFOൻ്റെ ഇത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആ എം പോയി. ഇനിയിപ്പോൾ തിരിക്കുമ്പോൾ ഈ ചാനൽ അനങ്ങാണ്ട് 62 എന്ന് പറഞ്ഞ് നിൽക്കും, ഈ നമ്പർ മാത്രമേ തിരിയുന്നുള്ളൂ. ഇതിപ്പോൾ ഇത് ഫ്രീക്വൻസിയിലാണ് ശരിക്കും വർക്ക് ചെയ്യണത്. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ കുഴപ്പമെന്ന് വെച്ചാൽ 62ാമത്തെ ചാനൽ ഇപ്പോൾ 62 ഇവിടെ എഴുതി കാണിക്കണമെങ്കിലും 62ാമത്തെ ചാനൽ ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ല. കാരണം ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ സെറ്റ് വർക്ക് ചെയ്യുള്ളൂ. ഇങ്ങോട്ടും കിട്ടില്ല, അങ്ങോട്ടും കിട്ടില്ല. അപ്പോൾ ഇവിടെ എമ്മും വന്നെങ്കിൽ മാത്രമേ നമുക്ക് ചാനലിൽ നമ്മളിപ്പോൾ 62ാമത്തെ ചാനൽ ഉപയോഗിക്കണമെങ്കിൽ 62ാമത്തെ ചാനൽ ഇവിടെ എം വന്നിട്ട് 62 ഇവിടെ എഴുതി വരുമ്പോൾ മാത്രമേ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുള്ളൂ. അത് വരുത്താൻ വേണ്ടിയിട്ട് ഈ അറ്റത്ത് 2ാമത്തെ ബട്ടൺ, ഇവിടെ ഒരു ചെറിയ റൗണ്ട് ബട്ടൺ ഉണ്ട്, ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ. അത് കണക്ക് കൂട്ടണ്ട. ഈ ഇവിടെ നിന്ന് ചതുരാകൃതിയിലുള്ള ഇവിടെ നിന്ന് വലതുവശത്ത് 2ാമത്തെ ബട്ടൺ, അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എം, ഒരു ബാർ ഇട്ടിട്ട് കോളെന്ന് CAL കോളെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എം എന്ന് എഴുതി വെച്ചേക്കണ ആ ബട്ടൻ്റെ നേരെ താഴ്ത്ത് കാണുന്ന ബട്ടണിൽ നിൽക്കുക. ഒരു പ്രാവശ്യം നിൽക്കുമ്പോൾ ഇങ്ങനെ എം എന്ന് പറഞ്ഞ് എഴുതി വരും. ഇനിയിപ്പോൾ നമ്മൾ തിരിക്കുമ്പോൾ ചാനലിലോട്ടും രണ്ടും മാറും. അതാണ് കറക്റ്റ് ചാനലിൽ കിടക്കുന്നത്. ഒന്നും കൂടി നെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ C ആയി പോവും. ഒന്നും കൂടി നെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയും വരും. നമുക്ക് വേണ്ടത് ഇതൊന്നും കൂടി നെക്കി എം വന്ന് ഇവിടെ ഇതും വന്നും ഇവിടെ ഇങ്ങനെ ഫ്രീക്വൻസി വന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ആണ്, കറക്റ്റായിട്ടുള്ള ഡിസ്പ്ലേ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടാലേ ചാനലിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇത് ഒന്നില്ലെങ്കിൽ സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഈ മൈക്കിൻ്റെ അകത്ത്, ഇതിൻ്റെ ഒറിജിനൽ മൈക്കിൻ്റെ അകത്ത് ഇതുണ്ടോ ഇപ്പം നിൽക്കുമ്പോൾ വ്യത്യാസം കാണിച്ചു തരാം. VFO എന്ന് പറഞ്ഞ ബട്ടൺ ഇതാണ്, VFO എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നെക്കിക്കഴിഞ്ഞാൽ VFOയിലോട്ട് പോയി, ചാനലിലോട്ട് പോയി. ഇനി നമ്മൾ ഇത് നെക്കിക്കഴിഞ്ഞാൽ കണ്ട ഇത് മാറ്റാൻ നമുക്ക് ചാനൽ ഫ്രീക്വൻസി ഇവിടെ നിന്ന് മാറ്റാം. ഇത് MR, അതായത് എമ്മിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് നെക്കിയിട്ടുണ്ടെങ്കിൽ കണ്ട എമ്മിലായി. ഇനിയിപ്പോൾ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചാനലായിട്ട് രണ്ടും മാറും, ചാനലും മാറും, ഫ്രീക്വൻസി മാറും. അപ്പോൾ ഓരോരോ ചാനലിലുള്ള ഫ്രീക്വൻസി ആയിട്ട് അത് കറക്റ്റായിട്ട് തന്നെ എടുത്തോളൂ. ഇത് ഈ 2 മോഡാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇത് മാറിക്കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചാനലിൽ നമുക്ക് സംസാരിക്കാൻ പറ്റൂല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കറക്റ്റായിട്ട് ചാനലിൻ്റെ ഇത് സെലക്ട് ചെയ്ത് നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ ഇങ്ങോട്ട് നമുക്ക് കിട്ടാനുള്ളത്, വേറെ ആരെങ്കിലും സംസാരിക്കണത് നമുക്ക് ഇങ്ങോട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ഇതാണ് ഇതിൻ്റെ വോളിയം കൺട്രോൾ, മേളിത്തെ തിരിക്കണ ഈ കൺട്രോളാണ് ഇതിൻ്റെ വോളിയം കൺട്രോൾ. സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള കൺട്രോൾ ഇതാണ്. ഇത് ഇടതുവശത്തോട്ട് തിരിച്ചാൽ വോളിയം കുറയും, വലതുവശത്തോട്ട് തിരിക്കുന്നതോറും വോളിയം കൂടി വരും. അടുത്ത അതിൻ്റെ അടിയിൽ തന്നെ അതേപോലത്തെ തന്നെ ഒരു കൺട്രോളും കൂടിയുണ്ട്. അത് ഉപയോഗിക്കേണ്ടത് അത് സ്കൊൽച്ച് കൺട്രോളാണ്. സ്കൊൽച്ച് കൺട്രോൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇടതുവശത്തോട്ട് അതുപോലെ ബിസിന്ന് എഴുതിയും വരും, ഇങ്ങനെ നോയ്സ് സൗണ്ട്, പതർച്ച സൗണ്ട് പോലെ വരും. അപ്പോൾ വരുമ്പോഴേക്കും നമ്മൾ വലതുവശത്തോട്ട് പിന്നെയും തിരിക്കണം, കുറച്ച് തിരിക്കണം, പതുക്കെ കുറച്ച് തിരിച്ച് ആ സൗണ്ടും ആ ബിസിന്ന് എഴുതി കാണിക്കുന്നതും കട്ടാവണ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, കട്ടാവണ ഒരു പോയിന്റിൽ വേണം ഇത് വെക്കാൻ. അതല്ലാതെ ഇപ്പുറത്തോട്ട് ഫുള്ള് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കിട്ടണതിൻ്റെ പവർ കുറവായിരിക്കും, ഇങ്ങോട്ട് കിട്ടണതിൻ്റെ സെൻസിറ്റിവിറ്റി, ഇങ്ങോട്ട് കിട്ടണതിൻ്റെ ആ ഒരു പവർ കുറച്ച് കുറയും. അപ്പോൾ അത് വെക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ സൗണ്ട് കേൾക്കണ തിരിച്ച് വലത്തോട്ട് അനക്കുമ്പോൾ അത് നിൽക്കണത് ഏതാണ് പൊസിഷൻ, ആ പൊസിഷനിലാണ് അത് വെക്കേണ്ടത്. പിന്നെ അതല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഭയങ്കര ദൂരത്തുനിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഒരാൾ ഭയങ്കര ദൂരത്തുനിന്ന് സംസാരിക്കണം, നമുക്ക് ക്ലിയറായിട്ട് കേൾക്കണില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത് മോണി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, മോണിറ്ററിങ് എന്നാണ് അതിൻ്റെ ഇത്. ആ ബട്ടൺ നെക്കിയിട്ട് സ്കൊൽച്ച് ആ സൗണ്ടും വരും, ബിസി എന്നിങ്ങനെ എഴുതി ഇങ്ങനെ മിന്നി കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴേക്കും അത് നമുക്കപ്പോൾ അധികം ദൂരത്തു നിന്നുള്ളതാണെങ്കിൽ ആ വരുമ്പോഴത്തേക്കും ആ പതർച്ച സൗണ്ട് കട്ടായിട്ട് നമുക്ക് ഇങ്ങോട്ട് കേൾക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഈ സൗണ്ടിൻ്റെ ഒരു ശല്യം ഉണ്ടാവും നമുക്ക്.
അപ്പോൾ അത് അത്ര അത്യാവശ്യമാണെങ്കിൽ അത്യാവശ്യമായിട്ട് കേൾക്കേണ്ട കാര്യമാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ആ ഒരു ഫങ്ഷൻ. ഇങ്ങോട്ട് കേൾക്കാൻ ഇത്രയും ഇത് സെറ്റിംഗ് കറക്റ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് ഒരു ചാനലിൽ കേട്ടുകൊണ്ടിരിക്കും, കുഴപ്പമുണ്ടാവില്ല. ഈ സ്കൊൽച്ച് കൺട്രോൾ ചെയ്യുക, വോളിയം ആവശ്യത്തിനുള്ള വോളിയം വെക്കുക, അത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ചാനൽ എങ്ങനെ സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. ചാനൽ സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ആൾക്കാരൊക്കെ നാടൻ രീതിയിൽ പറയണത് ഓട്ടോയിലിടണം എന്ന് പറയും. അതായത് ഓരോ ചാനൽ ഇങ്ങനെ മാറി മാറി ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ആരെങ്കിലും ഏതെങ്കിലും ചാനൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ആ സംസാരം അവർ സംസാരിക്കണത് നമുക്ക് കേൾക്കാൻ പറ്റും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യിക്കണമെന്ന് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ചാനലിലാണ് കിടക്കണമെങ്കിൽ അങ്ങനെ തന്നെ കിടക്കണം. എന്നിട്ട് നമ്മൾ ഈ VFOയിലോട്ട് ആക്കണ ഈ അറ്റത്തെ ബട്ടൺ ഉണ്ടല്ലോ, ചതുരാകൃതിയിലുള്ള ആദ്യത്തെ ബട്ടൺ, ആ ബട്ടണിൽ നെക്കി പിടിക്കുക. അപ്പോൾ ഒരു പി സൗണ്ടോട് കൂടി അതിങ്ങനെ തന്നെ ഓടാൻ തുടങ്ങും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമുക്കത് എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ബട്ടണിൽ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ ഓടിച്ചു വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും സംസാരം കേൾക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി നിൽക്കേണ്ട ഈ PTT ബട്ടൺ, ഈ ബട്ടണിൽ വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി, അവിടെ വെച്ചത് നിൽക്കും. ഈ സെയിം ഫങ്ഷൻ തന്നെ നമുക്ക് ഈ മൈക്കിലും ചെയ്യാം. ഇപ്പോൾ ഈ ചാനലിൽ കിടക്കണമെങ്കിൽ ചാനൽ മാറ്റണ ഈ ബട്ടണിൽ നെക്കി പിടിച്ചാൽ മതി. ഒരു സെക്കൻഡ് ഒന്ന് നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഓടി തുടങ്ങുമ്പോൾ നമുക്ക് വിടാം. അത് തന്നെ അതങ്ങനെ പൊക്കോളും, അതങ്ങനെ ഓടിക്കൊണ്ടിരുന്നോളും. ഇനി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ PTT ബട്ടൺ തന്നെ നിൽക്കാം. പിന്നെ താഴത്തോട്ടാണ്, ഇപ്പോൾ 6-7-0 അങ്ങനെ താഴേക്കാണ് സ്കാൻ ചെയ്യേണ്ടത്. ഇത് നെക്കി പിടിച്ചാൽ അങ്ങനെയും സ്കാൻ ചെയ്യാൻ പറ്റും. മൈക്കിലാവുമ്പോൾ അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ ബട്ടൺ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ PTT ബട്ടൺ വെറുതെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. നമ്മൾ ചാനലിൽ എങ്ങനെ സ്കാൻ ചെയ്യാം എന്നാണ് കാണിച്ചത്. ഇനി നമുക്കത് VFOയിൽ, അതായത് ഫ്രീക്വൻസിയിൽ എങ്ങനെ സ്കാൻ ചെയ്യാമെന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് ഫ്രീക്വൻസിയിലോട്ട് മാറ്റുക. ഈ ബട്ടൺ നിൽക്കുക, അല്ലെങ്കിൽ ഈ VFO ബട്ടൺ നെക്കി ഫ്രീക്വൻസിയിലോട്ട് മാറ്റിയതിന് ശേഷം ആ ബട്ടൺ തന്നെ നെക്കി പിടിച്ച പി സൗണ്ട് ഉണ്ടാക്കി അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇവിടെ AL എന്ന് ഓൾ ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ AL എന്ന് ഡിസ്പ്ലേ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. ഇവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചാനലിലാണത് ഈ മൈക്കിലാണത് ചെയ്യണമെങ്കിൽ ഈ VFO ബട്ടൺ ഇതാണ്. VFO ബട്ടണിൽ നിൽക്കി VFAയിലേക്ക് ആക്കുക, എന്നിട്ട് ചാനൽ മാറ്റണം. ഇത് ചെയ്യണം, ഇത് നെക്കി പിടിച്ചാൽ മതി. അപ്പോൾ അത് പിന്നെ അതും അങ്ങനെയും സ്കാനിലേക്ക് വിടാൻ പറ്റും. സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും നമുക്ക് ഇങ്ങനെ നിൽക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ PTT ബട്ടണിലേക്ക് സ്റ്റോപ്പ് ചെയ്യാം. തിരിച്ച് മെമ്മറി ചാനൽസിലോട്ട് വരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ ബട്ടൺ നിൽക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ രണ്ടാമത്തെ ബട്ടൺ നിൽക്കിയാൽ തിരിച്ച് വരികയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ചാനലിലാണ്. ഓക്കെ, അങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ഈ മൈക്ക് ഉപയോഗിച്ചിട്ടാണ് അങ്ങോട്ട് സംസാരിക്കുന്നത്. അങ്ങോട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ബട്ടൺ, അതായത് ഇതിൻ്റെ PTT ബട്ടൺ എന്ന് പറയുന്നത് ഇതാണ് PTT ബട്ടൺ. ഈ PTT ബട്ടൺ നെക്കി പിടിച്ചിട്ടാണ് അങ്ങോട്ട് സംസാരിക്കേണ്ടത്. ഈ PTT ബട്ടൺ നെക്കി പിടിക്കുമ്പോൾ നമുക്കിത് ഇവിടെ മൈക്കിൽ തന്നെ അതിൻ്റെ റെഡ് ലൈറ്റ് കത്തും. സെറ്റിൽ ഇങ്ങനെ ഒരു സിഗ്നൽ വീഴും. ഇവിടെ TX എഴുതി കാണിക്കും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം. നമ്മൾ വായനോട് ഒരു 3 ഇഞ്ച് ഗ്യാപ്പിൽ മൈക്ക് ചേർത്ത് പിടിച്ചിട്ട് വേണം സംസാരിക്കാൻ. മുട്ടിച്ച് പിടിക്കരുത്. 3 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ട്, ഏതാണ്ട് ഒരു 3 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം മൈക്ക് നമ്മുടെ ചുണ്ടിനോട് ചേർത്ത് പിടിക്കാൻ. എന്നിട്ട് വേണം നമുക്ക് സംസാരിക്കാൻ. ഇതിൻ്റെ അകത്ത് അങ്ങോട്ട് സംസാരിക്കണ കാര്യം പറഞ്ഞ്, അങ്ങോട്ട് സംസാരിക്കണതിൻ്റെ പവർ കൂട്ടാനും കുറക്കാനുമുള്ള ഒരു സംവിധാനം ഇതിൻ്റെ അകത്തുണ്ട്. ഈ പവർ കുറച്ചിട്ടാലുള്ള ഗുണം, തൊട്ടടുത്ത് കിടക്കണ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പവർ കുറച്ചിടണതാണ് നല്ലത്. അപ്പോൾ ബാറ്ററി ചാർജ് നമുക്ക് ലാഭമാണ്. സെറ്റ് അധികം ചൂടാവില്ല. പിന്നെ കുറച്ചധികം ദൂരെ കിടക്കണ ആൾക്ക് നമ്മൾ പറയണത് കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല. അവർക്ക് നമ്മൾ പറയണത് കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് നമ്മൾ തൊട്ടടുത്ത് കിടക്കണ ഒരാളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കുറച്ച് ലോയിലിടുക. അതിനെക്കാട്ട് കുറച്ചും കൂടി അകലമുള്ള ആൾ ലോയിലിട്ടാൽ കേൾക്കാത്ത ഒരാൾക്ക് മീഡിയത്തിലിടുക. എന്നിട്ടും കേൾക്കാനില്ലാത്ത ഒരാൾക്കാണെങ്കിൽ നല്ല ദൂരെ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹൈയിലിടുക. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റിയിടണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന്, ഇവിടെ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒന്നും എഴുതി കാണിക്കണില്ലെങ്കിൽ അതിനർത്ഥം ഇത് ഫുൾ പവറിൽ ഹൈയിലാണ് കിടക്കണതെന്നാണ്. പിന്നെ നമ്മൾക്കിത് ലോയിലോട്ടാക്കാൻ ഒന്നില്ലെങ്കിൽ ഇവിടെ ഈ മൈക്കിൻ്റെ അകത്ത് 6 എന്ന് എഴുതി വെച്ചേക്കണ ബട്ടണുണ്ട്. 6 എന്ന് എഴുതി വെച്ചാൽ ബട്ടണിൽ ലോ എന്ന് എഴുതിയിട്ടുണ്ട്. ലോ, ആ ബട്ടണിൽ വെറുതെ ഒരു പ്രാവശ്യം നെക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോ എന്ന് എഴുതി വരും. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും പവർ കുറവാണ്. തൊട്ടടുത്ത് കിടക്കുന്ന ഒരാളോട് സംസാരിക്കാൻ ഇത് മതി.
ഇവിടെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ 5 എന്ന ബട്ടണിൽ മീഡിയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മീഡിയം ലോ എന്ന് എഴുതി വരും. അത് കുറച്ചും കൂടി പവർ കൂടുതലാണ്. പിന്നെ ഒന്നും കൂടി നോക്കിയാൽ ഈ സെറ്റിന് കുറച്ചും കൂടി പവർ കൂടും. ഈ ലോ മാറി മീഡിയം മാത്രമോ അതിന് കുറച്ചും കൂടി പവർ കൂടുതലാണ്. ഈ 4ാമത്തെ 4 എന്ന് എഴുതി വെച്ചേക്കണതിനകത്ത് ഹൈ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ പവറായി. ഇതൊന്നും ഇവിടെ എഴുതി വരില്ല. അപ്പോൾ ഇതിനർത്ഥം ഇത് ഫുൾ പവറിലാണ് കിടക്കണതെന്നാണ്. ഇതിപ്പോൾ നമ്മൾ ഈ സെറ്റിൻ്റെ അകത്തുണ്ട് ഈ ഫംഗ്ഷൻ തന്നെ. സെറ്റിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻ എന്താ ഇവിടെ എഴുതി ലോ എന്ന് എഴുതി വെച്ചേക്കണ ഒരു ബട്ടൺ ഉണ്ട്. അതായത് ഇടതുവശത്ത് നിന്ന് 1, 2, 3ാമത്തെ ബട്ടണിൽ ഒരു പ്രാവശ്യം നിങ്ങൾ നിൽക്കുക ലോ എന്ന് ഇവിടെ എഴുതി വരും. ഇവിടെ ലോ എന്ന് എഴുതി വന്നിട്ടുണ്ട്. ആ ലോ എന്ന് എഴുതിയിട്ട് നമ്മൾ ഈ PTT ബട്ടണിൽ നിൽക്കുമ്പോൾ ഉണ്ട് ഇവിടെ ഈ വീണേക്കണ സിഗ്നൽ കുറച്ച് മാത്രമേ ഉള്ളൂ. ചെറിയ സിഗ്നൽ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിന് പവർ കുറവാണ്. ഒന്നും കൂടി നിൽക്കുക മീഡിയം ലോ ആയി. അപ്പോൾ അത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി നിൽക്കുക PTT ബട്ടണിൽ നിൽക്കുക ഇത്ര സിഗ്നൽ വീഴും. കുറച്ചും കൂടി കൂടി ഒന്നും കൂടി ആ ലോ ബട്ടണിൽ നിൽക്കിയിട്ടുണ്ടെങ്കിൽ മീഡിയത്തിലായി. അതിന് പിന്നെയും കുറച്ചും കൂടി പവർ കൂടുതലാണ്. ഇവിടെ ഇങ്ങനെ കാണിക്കേണ്ടത് കുറച്ചും കൂടി പവർ കൂടുതലാണ്. ഒന്നും കൂടി അതിൽ തന്നെ നിൽക്കുക. ഒന്നും എഴുതി കാണിക്കില്ല. അതിനർത്ഥം ഇത് ഫുൾ പവറിലാണ്. നിൽക്കുമ്പോൾ ഫുള്ള് സിഗ്നലും വരും. അടുത്തത് ഇത് എങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നെക്കി ഈ ഫംഗ്ഷനിലൊക്കെ ഈ സ്വിച്ചിലൊക്കെ നെക്കി എന്തെങ്കിലും ഫംഗ്ഷൻ മാറിപ്പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മൈക്കിൻ്റെ ഇതിൻ്റെ അകത്തൊക്കെ ഈ സ്വിച്ചിലൊക്കെ നെക്കി ഫംഗ്ഷൻ മാറിപ്പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ ഈ സെറ്റ് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നമ്മുടെ ഇപ്പോൾ മൊബൈലിലൊക്കെ കീപാഡ് ലോക്ക് ഉള്ളതുപോലെ ഇത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അത് ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ ഈ ബട്ടനാണ്. ആദ്യത്തെ തന്നെ ബട്ടൺ ഇടതുവശത്ത് ആദ്യത്തെ ബട്ടണിൽ നെക്കിപ്പിടിക്കുക. ഒരു സെക്കൻഡ് നെക്കിപ്പിടിക്കുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് ഉണ്ടാക്കും. ഇവിടെ ഒരു താക്കോലിൻ്റെ പടവും വരും. ഇനി ഇപ്പോൾ ഈ സെറ്റ് ലോക്കാണ്. ഇതൊന്നും വർക്ക് ചെയ്യൂല. ഇതൊക്കെ നെക്കിക്കഴിഞ്ഞാൽ ആ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ, വർക്ക് ചെയ്യില്ല. ഇത് ഒന്നും വർക്ക് ചെയ്യൂല. ഇതിൻ്റെ അകത്ത് ഒന്നും വർക്ക് ചെയ്യൂല. എല്ലാം വർക്ക് ചെയ്യാണ്ട് മര്യാദക്ക് നെക്കിയാലും മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് നിന്നോളും. ഒരു സ്വിച്ച് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുള്ളൂ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞാൽ മോണിറ്ററിന് വേണ്ടി ഉപയോഗിക്കണം. ഇങ്ങോട്ടുള്ളതിൻ്റെ ഒട്ടും സിഗ്നൽ കിട്ടൂലെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ആ സ്വിച്ച് മാത്രമേ കീപാഡ് ലോക്ക് ചെയ്ത് വെച്ചാലും വർക്ക് ചെയ്യുള്ളൂ. ഈ ലോക്ക് തിരിച്ചു വിടണമെന്നുണ്ടെങ്കിൽ, റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലോക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ അറ്റത്തെ ബട്ടൺ തന്നെ നമ്മൾ ലോക്ക് ചെയ്യാൻ ഉപയോഗിച്ച അതേ ബട്ടൺ തന്നെ നെക്കി പിടിച്ചാൽ അത് റിലീസാവും. ഇപ്പോൾ താക്കോലിൻ്റെ പടം പോയി. ഇനി നമുക്ക് ഈ ചാനലും എല്ലാ സ്വിച്ചുകളും മര്യാദക്ക് വർക്ക് ചെയ്യും. ഈ ലോക്ക് തന്നെ ഈ മൈക്കിൻ്റെ അകത്ത് ഈ ബട്ടൺ നെക്കി പിടിച്ചാലും ഉപയോഗിക്കാം. ഇവിടെ ഈ മൈക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് VFO എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ലോക്ക് എന്ന് വെച്ചിട്ടുണ്ട്. നെക്കി പിടിക്കണം. ആ ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ മാത്രമേ വിടാവുള്ളൂ. ഇവിടെ ആയാലും അവിടെ ആയാലും ഓഫ് ചെയ്യാനും അങ്ങനെ തന്നെ. ഇത്രയും ഫംഗ്ഷനാണ് മെയിനായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇത്രയും ഫംഗ്ഷൻ പഠിച്ചിരുന്നാൽ തന്നെ നമുക്ക് ഈ സെറ്റ് ഭംഗിയായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ ഉപയോഗിച്ച് പോരാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് പറയണത് 1-2 കംപ്ലൈൻറ്റ്, അതായത് ആരെങ്കിലുമൊക്കെ വല്ല സ്വിച്ചുകളൊക്കെ നെക്കി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്ന് ഫംഗ്ഷനൊക്കെ തെറ്റിപ്പോയാൽ വർക്ക് സെറ്റ് വർക്ക് ചെയ്യാനുള്ള അങ്ങോട്ട് കിട്ടണില്ല ഇങ്ങോട്ട് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് തന്നെ എങ്ങനെ ശരിയാക്കാമെന്നാണ് ഞാൻ പറയാൻ പോണത്. ഇപ്പോൾ ഈ 156/625 എഴുതി വെച്ചേക്കണ അതിൻ്റെ മേളിൽ ഒന്നുമില്ല, ഒരു സിമ്പലും ഇല്ല, ഒരു സിഗ്നലില്ല, ഒന്നുമില്ല. എല്ലാം ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കണേ. അപ്പോൾ ഈ ഏത് ചാനലായിക്കോട്ടെ, ഈ 156/72 ചാനലായതുകൊണ്ട് ഫ്രീക്വൻസി വന്നത്, വേറൊരു ചാനലിലായാലും ഒന്നും എഴുതി വരില്ല. അങ്ങനെ എന്തെങ്കിലും വന്നാലാണ് ഈ ഫംഗ്ഷൻ മാറിക്കിടന്നിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നത്. അത് മാറിക്കിടക്കണ സാധനങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഈ 156/5 മേളിൽ ഒരു മൈനസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു പ്ലസ് വരും. ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ ഇപ്പോൾ പ്ലസ് വന്നാൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇത് മാറിപ്പോവും. അപ്പോൾ നമുക്ക് ഈ 69 ഉദ്ദേശിക്കണ പോലെ 69ലേക്ക് സംസാരം പോവില്ല. അപ്പോൾ 69 ചാനലിലേക്ക് നമുക്ക് ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയണത് കേൾക്കും ഇങ്ങനെ വന്നാൽ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ഈ ലോ എന്ന് എഴുതി വെച്ചേക്കണ ബട്ടൺ, അതായത് ഇടതുവശത്തു നിന്ന് 3ാമത്തെ ബട്ടണിൽ നെക്കി പിടിക്കുക. ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ മാത്രമേ വിടാവുള്ളൂ. അപ്പോൾ ആ പ്ലസ് അങ്ങ് പോകും. മൈനസാണ് കിടക്കണമെങ്കിൽ ഒരു പ്രാവശ്യം നെക്കി പിടിക്കുമ്പോൾ ഇങ്ങനെ മൈനസ് വന്നാൽ
ഒന്നും കൂടി അതേപോലെ നെക്കി പിടിക്കുക, പ്ലസ് വരും. ഒന്നും കൂടി അതേപോലെ നെക്കി പിടിക്കുക, ഒന്നുമില്ലാണ്ട് വരും. ഒന്നുമില്ലാണ്ട് പൊസിഷനിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ മാത്രമേ അത് നിൽക്കുമ്പോൾ ഈ നമ്പർ മാറിപ്പോകാതെ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് രീതി. ഇപ്പോൾ ഇങ്ങനെ കിടന്നാലേ അത് മര്യാദക്ക് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ മാറിപ്പോവാറുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു സ്പീക്കറിൻ്റെ പടവും ഒരു ഇതൊക്കെ ആയിട്ട് വരും. ഈ 156 എന്നുള്ളതിൻ്റെ 6ൻ്റെ മുകളിൽ ഒരു പടം പോലെയൊക്കെ ഒരു സ്പീക്കറിൻ്റെ പടമൊക്കെ വരും. അത് ഡി ഇട്ടിട്ട് ഒരു സ്ക്വയറിൻ്റെ അത് ഡി വരും. അങ്ങനെയൊക്കെ വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാണ്ടൊക്കെ വരും. അതൊന്നും വരാൻ പാടില്ല. അപ്പോൾ അത് മാറ്റാനാണെങ്കിൽ ചെയ്യേണ്ടത് ടോണെന്ന് എഴുതി വെച്ചേക്കണം. ഇടത് വശത്തുനിന്ന് 1 2 3 4ാമത്തെ സ്വിച്ചിൽ ഇങ്ങനെ നെക്കിക്കൊണ്ടിരുന്നാൽ അതിങ്ങനെ D 6 അങ്ങനെ ഇങ്ങനെയൊക്കെ മാറി മാറി വരും. അതൊന്നുമില്ലാത്ത രീതിയിലാക്കി വെച്ചാൽ മതി. അപ്പോഴും ആ ചാനൽ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളും. അടുത്തത് ഈ സെറ്റ് എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ അകത്ത് 2 റീസെറ്റാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഇതിൻ്റെ അകത്തുള്ളത് ഫാക്ടറി റീസെറ്റാണ്. ഫാക്ടറി റീസെറ്റ് ചെയ്താൽ നമ്മൾ ഇതിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെച്ചേക്കണ ചാനൽ ഉൾപ്പെടെ നമ്മൾ പുതിയ സെറ്റ് മേടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ചാനലൊന്നും ഇല്ലാണ്ട് കമ്പനി പുറത്ത് വിടണ പോലെ ഒരു ചാനൽ പോലും ഇല്ലാണ്ട് ഉള്ള കണ്ടീഷനിലായിപ്പോൾ. ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല. പുതിയ ഒരു ഫ്രഷ് കമ്പനി സെറ്റ് ഉണ്ടാക്കി വിട്ട പോലെ ഇരിക്കും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ ഇതിൻ്റെ അകത്ത് ചാനൽ നമ്മൾ കയറ്റണതാണെന്ന്. 207 ചാനലാണ് ഇതിൻ്റെ അകത്ത് സേവ് ചെയ്യാവുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതേപോലെ ആയിപ്പോൾ വെറുതെ ബ്ലാങ്ക് ആയിപ്പോൾ സെറ്റ്. ആ റീസെറ്റ് എന്താണെന്ന് ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയണില്ല. അത് നിങ്ങൾ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാണ്ടായിപ്പോൾ. രണ്ടാമത്തേത് ഇതിൻ്റെ പാർഷ്യൽ റീസെറ്റ് ഉണ്ട്. ഈ പാർഷ്യലായിട്ട് റീസെറ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ചാനലുകൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കണ ചാനലുകളൊന്നും ഇതിൻ്റെ അകത്ത് നഷ്ടമായി പോവുകയുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ മെനുവിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആവുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് പാർഷ്യൽ റീസെറ്റ് ചെയ്യണത്. പാർഷ്യൽ റീസെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ആദ്യം ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ സ്വിച്ച് അറ്റത്ത് ആദ്യത്തെ വലതുവശത്ത് ആദ്യത്തെ ചതുരാകൃതിയിലുള്ള ആദ്യത്തെ സ്വിച്ച് നെക്കി പിടിച്ചുകൊണ്ട് സെറ്റ് ഓൺ ആക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പാർഷ്യൽ റീസെറ്റ് ആവും. അപ്പോൾ ഇത് ഫ്രീക്വൻസിയിലോ VFOയിലെ സെറ്റ് ഓൺ ആവുകയുള്ളൂ. അത് ചാനലിലോട്ട് നമ്മൾ ഈ ചാനലിൻ്റെ മോഡിലോട്ട് ആക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത് സ്വിച്ച് അതിൻ്റെ അകത്ത് നെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ M വരും. M വന്നിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ തിരിക്കുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് മാറി കറക്റ്റ് ആവുകയും ചെയ്യും. ഇനി അടുത്ത ഒരു കംപ്ലൈൻറ്റ് എന്താ പറഞ്ഞാൽ മെയിനായിട്ട് എല്ലാവരും പറയണത് ആ ഒരു കംപ്ലൈൻ്റാണ്. ഈ സംസാരിക്കാൻ വേണ്ടി സ്വിച്ച് നെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പിടുത്തം, അതായത് ഇവിടെ ഈ കാണിക്കണ സിഗ്നലും വിട്ടുപോകില്ല. നമ്മൾ ഇവിടെ നിന്ന് കൈ എടുത്താലും ഈ സിഗ്നൽ ഇങ്ങനെ തന്നെ നിൽക്കും, ഈ TX ഇങ്ങനെ തന്നെ നിൽക്കും, ഈ ലൈറ്റും ഇങ്ങനെ കത്തിക്കിടക്കും എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ മെയിൻ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ബാറ്ററി ചാർജ് തീരെ കുറവായിരിക്കും. അതല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് സെറ്റിലോട്ട് വന്നേക്കണ വയറ് എവിടെയെങ്കിലും ക്ലാവ് പിടിച്ച് അഴുക്കൊക്കെ പിടിച്ചിരിപ്പുണ്ടാവും, ക്ലീൻ ആയിരിക്കില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടാവും. ഈ ഫ്യൂസ് ക്യാരിയർ വന്ന അവിടെയൊക്കെ ക്ലാവ് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഫ്യൂസ് ക്യാരിയറൊക്കെ ഒന്ന് അഴിച്ച് നോക്കി ഒരു സാൻഡ് പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തി കൊണ്ടൊക്കെ ചിരണ്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് രണ്ടാമത് കൊടുത്തു കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് മാറിക്കിട്ടും. പിന്നെ സെറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും മൈക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നെക്കിയിട്ട് പിന്നെ പിടാണ്ട് വരാം. പക്ഷേ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ബാറ്ററി ചാർജ് മര്യാദക്ക് ഇല്ലാത്തത് കൊണ്ടും പിന്നെ വയറിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടും മര്യാദക്കുള്ള കറണ്ട് കിട്ടാത്തതുകൊണ്ട്. അതായത് ഈ സെറ്റിന് ചിലപ്പോൾ നമ്മൾ ഓണാക്കുമ്പോൾ 13.8 14 വോൾട്ട് എന്നൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ടാവും. പക്ഷേ നെക്കണ സമയത്ത് ഇത് ഈ നെക്കി സംസാരിക്കണ സമയത്ത് ഇതൊരു 15 ആംപിയറിന് മുകളിൽ കറണ്ട് എടുക്കും. 20 ആംപിയർ എങ്കിലും വലിക്കാൻ പറ്റിയ നല്ല ഗേജുള്ള വയർ വേണം നമ്മൾ ഇടാൻ. 15 ആംപിയർ ഏറ്റവും ചുരുങ്ങി എടുക്കും. ഫുള്ള് പവറിലിട്ട് സംസാരിക്കുമ്പോൾ 15 ആംപിയർ എങ്കിലും എടുക്കും. അപ്പോൾ അത്രയും കറണ്ട് കിട്ടാണ്ട് വരുമ്പോഴാണ് അത് സ്റ്റക്കായി പോണത്. അങ്ങനെ സ്റ്റക്കായി നിർത്തുകയും ചെയ്യരുത്. സ്റ്റക്കായി നിർത്തിയാൽ സെറ്റ് കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മളത് ശ്രദ്ധിക്കണം. അങ്ങനെ സ്റ്റക്കായി പോകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ മൈക്ക് ഇവിടെ നിന്ന് ഊരി മാറ്റുക, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്ത് ഓണാക്കുക. സെറ്റ് ഇതേപോലെ ഓഫ് ചെയ്തിട്ട് ഓണാക്കുക. അല്ലെങ്കിൽ സെറ്റ് കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ആ സ്വിച്ച് ഇപ്പോൾ നമ്മൾ ഓൺ ഓഫ് ആക്കണ സ്വിച്ച് ഓണാക്കാനും ഓഫാക്കാനും വർക്ക് ചെയ്തില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ കണക്ടർ വിടിയിക്കുക, അല്ലെങ്കിൽ വേറെ സ്വിച്ച് ഇതിന് വല്ലതും ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക.
അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു കുറച്ച് നേരം കിടന്നാൽ ഇത് സെറ്റ് കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നെക്കി സംസാരിക്കുമ്പോൾ ഇങ്ങനെ നെക്കി പിടിക്കണത് ഒരു 1.5-2 മിനിറ്റ് കൂടുതൽ തുടർച്ചയായിട്ട് നെക്കി പിടിക്കാൻ പാടില്ല. പിന്നെ അത്യാവശ്യം കാര്യങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രം വയർലെസ് ഉപയോഗിക്കുക. പാട്ട് പാടാനും തമാശ പറയാനൊന്നും വയർലെസ് ഉപയോഗിക്കാതിരിക്കുക. ആവശ്യമില്ലാത്ത ചാനലിലോ നമുക്ക് പറഞ്ഞേക്കണം 1 തുടങ്ങി 28 വരെയുള്ള ചാനലിലും 61 തുടങ്ങി 88 വരെയുള്ള ചാനലും മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതല്ലാണ്ടുള്ള ഇതിൻ്റെ ഉപയോഗമൊക്കെ വലിയ നിയമവിരുദ്ധ പരിപാടികളാണ്. അപ്പോൾ അതൊന്നും ചെയ്യാണ്ടിരിക്കുക. നിയമപരമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സെറ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, കുറേ ഫങ്ഷൻസ് ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് പഠിച്ചിട്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം സാധാരണഗതിയിൽ ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മര്യാദക്ക് പഠിച്ചാൽ, ഞാൻ എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല, ഉണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിച്ചാൽ അത് ഞാൻ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മര്യാദക്ക് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ സെറ്റ് മര്യാദക്ക് ഉപയോഗിക്കാനും പറ്റും. പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും പിടിച്ച് നെക്കിയിട്ട് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ടായാലും നിങ്ങൾക്ക് തന്നെ അത് ശരിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഒരു ശരിയാക്കുന്ന ഒരു ടെക്നീഷ്യൻ്റെ ആവശ്യമില്ല. അതല്ലാണ്ട് നിങ്ങൾക്ക് തന്നെ സ്വയം ഇതിൻ്റെ ഫംഗ്ഷനൊക്കെ റെഡിയാക്കി എടുക്കാനുള്ള പരിപാടികളാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കണം. അപ്പോൾ എല്ലാവരും ഒരു 2-3 പ്രാവശ്യം കണ്ടാലും കുഴപ്പമില്ല, ഈ വീഡിയോ ഒന്ന് കണ്ട് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെറ്റ് നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു. ഇത്രയും നേരം കേട്ടിരുന്നതിന് താങ്ക് യു.